സ്ത്രീകളിൽ ഉണ്ടാകുന്ന ശരീരവേദനയും വൈറ്റമിൻ ഡിയുടെ പ്രാധാന്യവും എന്തെന്ന് മനസ്സിലാക്കാം. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് കൊച്ചി VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ ജോസ് തോമസ് പാപ്പനച്ചേരി. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ. സ്ത്രീകൾക്കുണ്ടാവുന്ന പുറം വേദനയെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. പ്രായം ആയ, അതായത് 50 60 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് പുറം വേദന, കൈകാൽ കഴപ്പ്, നടുവേദന ഇതൊക്കെ വളരെ സാധാരണമായിട്ട് കാണാറുണ്ട്. പലപ്പോഴും ഇതിൻ്റെ കാരണം എല്ലിൻ്റെ ബലക്കുറവ്, അത് ഓസ്റ്റിയോപൊറോസിസും വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി, വിറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടുള്ള ഓസ്റ്റിയോമലേഷ്യയും പലപ്പോഴും പല രോഗികൾ രണ്ടും കാണാറുണ്ട്. അതുമൂലമാണ് എല്ലിന് ബലം കുറഞ്ഞിട്ട് ഈ നടുവിന് വേദന, മസിൽ വേദന, കൈകാൽ കഴപ്പ് എന്നിവ ഉണ്ടാകുന്നത്. ഇതിനുള്ള പരിഹാര മാർഗം ഒരു എക്സ്റേ, അതുപോലെ ഡെക്സാ സ്കാൻ എന്ന ഒരു ടെസ്റ്റ്, ഇതൊക്കെ ചെയ്ത് ഈ ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. ഈ സ്കാനിൽ നമുക്ക് നമ്മുടെ എല്ലിൻ്റെ സ്ട്രക്ചർ പഠിച്ചിട്ട് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടോ എന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിയുവാൻ സാധിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് ഫലപ്രദമായ മരുന്നുകൾ, ഇഞ്ചക്ഷൻസും ഉണ്ട്, മരുന്നുകളുമുണ്ട്. അത് മാറ്റിയെടുക്കാൻ വേണ്ടി ഫലപ്രദമായ ചികിത്സ ഉണ്ട്. അതോടൊപ്പം എക്സസൈസസും കൂടുതൽ ദൂരം നടക്കുക തുടങ്ങിയ വ്യായാമങ്ങളും ചെയ്താൽ ഓസ്റ്റിയോപൊറോസിസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇതൊന്നും അറിയാതെ വെറുതെ വേദന സംഹാരികൾ കഴിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഈ നടുവേദനയ്ക്കുള്ള കാരണം കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ചികിത്സ പലപ്പോഴും നമുക്ക് ചികിത്സിക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഓസ്റ്റിയോപൊറോസിസ്, ഓസ്റ്റിയോമലേഷ്യ ആണെങ്കിൽ വിറ്റമിൻ ഡിയുടെ അഭാവം മൂലമാണ്. വിറ്റമിൻ ഡി മരുന്നുകൾ കഴിച്ചാൽ ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്ന അസ്ഥിയുടെ ബലക്കുറവ് മാറിക്കിട്ടും. അതായത് ശരിയായ രീതിയിൽ ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അതിന് മരുന്നുകളും മറ്റ് ചികിത്സകളും എടുത്താൽ ഈ പുറം വേദനയും കൈകാല കഴപ്പും മറ്റ് ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ.